ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ജീവിത സഖിയായി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടി നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ അന്ന് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലരും ഫിലിംസ് അല്ലെങ്കിൽ വീഡിയോസ് ഇതൊക്കെ കണ്ടിട്ട് അതാണ് ഫസ്റ്റ് നൈറ്റ് എന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്നവരായിരിക്കും കൂടുതൽ ആളുകളും. എന്നാൽ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പെൺകുട്ടി നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ അന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത് ഇമോഷണൽ കണക്ഷൻ ആൻഡ് റൊമാൻസ് ആണ്. പെൺകുട്ടികൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇമോഷണൽ കണക്ഷനാണ്. അവളെ മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന, നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആകണം നിങ്ങൾ എന്നാണ് സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുക. ഫിസിക്കൽ ഇൻറ്റിമസിയെക്കാളും അവൾക്ക് വേണ്ടത് ഇമോഷണൽ കണക്ഷന് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയെയാണ്. അവളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്ന ഒരു വ്യക്തി. അതായത് നിങ്ങൾ അവളെ നന്നായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ റൊമാൻറ്റിക്കായിട്ട് അവളോട് പെരുമാറണം. അവളെ നന്നായിട്ട് സ്നേഹിക്കണം, നന്നായിട്ട് കെയർ ചെയ്യണം, അവളെ കൊഞ്ചിച്ച് കൊണ്ട് നടക്കണം. ഇതൊക്കെയാണ് അവൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. സോ ഗേൾസ് ഒരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇമോഷണൽ കണക്ഷന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിനെയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ഒക്കെയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ അവൾ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കും. അതായത് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അവൾക്ക് അറിയണം എന്ന് ഉള്ളിൽ എപ്പോഴും ആഗ്രഹമുണ്ടാകും. രണ്ടുപേരും എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ കംഫോർട്ട്, നിങ്ങളുടെ ബൗണ്ടറീസ് തുടങ്ങി രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ് അവൾ എപ്പോഴും ആഗ്രഹിക്കുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഇത് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. വിവാഹ ദിവസം എന്ന് പറയുന്നത് ആകെ ടയേർഡായിട്ടുള്ള ഒരു ദിവസമാണ്. രണ്ടുപേരും നല്ല ടയേർഡായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് നൈറ്റിൻ്റെ അന്ന് എന്താണെങ്കിലും രണ്ടുപേർക്കും നല്ല ക്ഷീണവും ഉണ്ടാകും. സോ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി നിങ്ങൾ പെരുമാറണം. നിങ്ങൾക്ക് ക്ഷമ എല്ലാ കാര്യങ്ങൾക്കും വേണം. പ്ലസ് നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു പെൺകുട്ടിയെ മനസ്സിലാക്കണം. അവളുടെ ഒരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി വേണം നിങ്ങൾ അവളോട് പെരുമാറാൻ എന്നാണ് ആ ഒരു പെൺകുട്ടി ആ ഒരു സമയം ആഗ്രഹിക്കുക. ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് കംഫോർട്ട് ആൻഡ് ഇൻറ്റിമസിയാണ്. ഒരു പെൺകുട്ടി ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവൾ അവളുടെ ആ ഒരു കംഫോർട്ട് സോണിലായിരിക്കില്ല. പക്ഷേ നിങ്ങളെ എപ്പോഴും അവളെ അവിടെ കംഫോർട്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പരിചയമില്ലാത്ത വീടും ചുറ്റുപാടും അവിടെ അവൾക്ക് റിലാക്സിങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങളുടെ റൂമിൽ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റുകൾ, LED ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ചെറിയ മ്യൂസിക്കൊക്കെ ഇടാം. ഇതൊക്കെ ഒരു റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു പരിചയമില്ലാതെ ഒരു പെൺകുട്ടി ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ എന്താണെങ്കിലും ആ ഒരു പെൺകുട്ടിക്ക് നല്ല ടെൻഷനായിരിക്കും. പ്രത്യേകിച്ച് അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ആണെങ്കിൽ ആകെപ്പാടെ കുറച്ച് ദിവസത്തെ പരിചയം മാത്രമായിരിക്കും ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ആ ഒരു പെൺകുട്ടീനെ മാക്സിമം ആ ഒരു ദിവസം കംഫർട്ടാക്കി വയ്ക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. അഞ്ചാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് റെസ്പെക്റ്റ് ആണ്. റെസ്പെക്റ്റ് അല്ലെങ്കിൽ ബഹുമാനം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ അവൾക്ക് കൊടുക്കണം. അതായത് ഫിസിക്കലി, ഇമോഷണലി തുടങ്ങി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ബഹുമാനം ഒക്കെ എപ്പോഴും നിങ്ങൾ ആ ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ
മാക്സിമം അതായത് ആ ഒരു പെൺകുട്ടിനെ ബഹുമാനിക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ എടുക്കാവുന്നതാണ്. അല്ലാതെ ഒരു കാര്യത്തിന് വിട്ടുകൊടുക്കാതെ ബലം പിടിച്ചിരിക്കരുത്. കുറച്ച് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു പെൺകുട്ടിക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ലൈഫിൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ 5th പോയിന്റ്. ഇനി 6ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. 6ാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് സെൽഫ് കെയർ ആൻഡ് ഹൈജീനാണ്. നിങ്ങൾ സെൽഫ് കെയറിനും ഹൈജീനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഡെയിലി കുളിച്ച് പെർഫ്യൂംസൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി എപ്പോഴും സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുക. ഇതാണ് 6th പോയിന്റ്. ഇനി 7th പോയിന്റ് എന്താണെന്ന് നോക്കാം. 7ാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് ഹ്യൂമർ സെൻസാണ്. നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു പെൺകുട്ടിയോട് തമാശകളൊക്കെ പറഞ്ഞിട്ട് അവളെ മാക്സിമം ചിരിപ്പിക്കാനൊക്കെ ശ്രദ്ധിക്കണം. ഗേൾസിന് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ഒരാൾ സംസാരിക്കുന്നതും അതേപോലെ തന്നെ നന്നായിട്ട് ചിരിക്കാനൊക്കെ. അത് അവൾക്ക് നിങ്ങളുള്ള ഒരു പേടി, അതായത് ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്വഭാവം എന്താണ് ഇതിനെക്കുറിച്ചിട്ടൊന്നും വലിയ ഐഡിയാസും കാര്യങ്ങളൊന്നും അവർക്കുണ്ടാകത്തില്ല. പക്ഷേ നിങ്ങൾ കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ നന്നായിട്ട് ചിരിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവൾക്ക് നിങ്ങളുള്ളൊരു പേടി അതൊക്കെ മാറുകയും പിന്നെ ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടായിരിക്കും എന്താണെങ്കിലും നിങ്ങളുടെ റൂമിലേക്ക് വരിക. നിങ്ങളിങ്ങനെ നന്നായിട്ട് തമാശകളൊക്കെ പറയുമ്പോൾ അവൾ നന്നായിട്ട് ചിരിക്കുകയും ആ ഒരു ടെൻഷനൊക്കെ അവിടെ കുറയുകയും ചെയ്യുന്നു. അതുമാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് മെമ്മറി അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ റൂമിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആ ഒരു പെൺകുട്ടിയോട് ഭയങ്കര ദേഷ്യത്തിൽ അല്ലെങ്കിൽ കുറച്ച് ടെററൊക്കെ ആയിട്ട് സംസാരിക്കാതെ മാക്സിമം കൂളായിട്ട് സംസാരിക്കുക. നല്ല രീതിയിൽ തമാശകളൊക്കെ പറയുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറയുക. എല്ലാം പറഞ്ഞ് അവളെ നന്നായിട്ട് ചിരിപ്പിക്കുക. മാക്സിമം അവളെ അവളുടെ ഒരു കംഫർട്ട് സോണിൽ നിർത്താൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ 7th പോയിന്റ്. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് അതായത് 8ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. 8ാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് പ്രയോറിറ്റൈസിങ് റെസ്റ്റാണ്. വെഡ്ഡിങ്ങിൻ്റെ ടയേർഡൊക്കെ അവൾക്ക് എന്താണെങ്കിലും ഉണ്ടാവും. അതായത് രാവിലെ എണീക്കുന്നു, കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു പെൺകുട്ടി ആകെ ടയേർഡായിരിക്കും. എന്താണെങ്കിലും അവൾക്ക് നല്ല ക്ഷീണവും ഉണ്ടാവും, ഉറക്കക്ഷീണം വേറെ. അതുകൊണ്ട് അവൾക്ക് റെസ്റ്റ് എടുക്കാൻ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടത്ര ടൈം നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടത്ര സമയം ഒക്കെ അവൾക്ക് ഉറങ്ങണമെങ്കിൽ അതും നിങ്ങൾ അവളെ അനുവദിക്കുക. അതായത് നന്നായിട്ട് ഉറങ്ങാനും അവളെ നിങ്ങൾ അനുവദിക്കണം. സോ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഒരു കംഫർട്ട് സോൺ ഇതൊക്കെ ഒരുക്കി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റിന് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഈ ഒരു ചാനലിലൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുകൂടി അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.